ഞാൻ ഇന്നൊരു നല്ല കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കെല്ലാവർക്കും കുടുംബജീവിതത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ മദ്യപിച്ച് വന്നിട്ട് ഉസ്താദേ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, വലിയ പ്രയാസമാണ്. ഇത് ചുറ്റുഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത വിഷമമുള്ള ഒരു നിമിഷങ്ങളാണ്. ഇങ്ങനെ എത്ര പ്രശ്നങ്ങൾ റോഡിലൂടെ പോയി വഴിവക്കിൽ കിടന്ന് ഭർത്താവ് ബോധരഹിതനായി കിടന്ന് മറ്റുള്ളവർ പൊക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് കിടക്കുന്ന ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട്ടിലും ഇത്തരം ഭർത്താക്കന്മാരുണ്ടോ? വഴിവക്കിൽ കിടന്ന് ബഹളം വെക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ നിങ്ങൾ നോക്ക്. ഇത് കണ്ട, കിടന്നങ്ങ് ബഹളം വെച്ച് അദ്ദേഹത്തിന് സ്വന്തം രണ്ട് കാലിൽ നിൽക്കാൻ കഴിയുന്നില്ല, നിലത്ത് വീഴുകയാണ്. വീണ്ടും അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്, വീണ്ടും വീഴുന്നുണ്ട്. ഹൈവേ ആണ്, വാഹനങ്ങൾ വരികയാണ്. വരുന്ന വണ്ടികൾ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞ്. പക്ഷെ ഇദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലെ ഒരാളെ കാത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും ഇരിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം മറന്നു പോവുകയാണ്. ഇതുപോലെ ഒരുപാട് ആളുകളില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും മദ്യപിച്ചു വന്ന് ബോധരഹിതനായി ഉമ്മയെ തകർക്കുന്നു, ഭാര്യയെ അടിക്കുന്നു, മക്കളെ വേദനിപ്പിക്കുന്നു, കുടുംബത്തിൽ തന്നെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവർ. എൻ്റെ അരികിലേക്ക് ഞാൻ സേവനമനുഷ്ഠിക്കുന്ന പള്ളിയുടെ അടുത്തുള്ളൊരു സഹോദരൻ എന്നോട് നേരിട്ട് വന്ന് കരഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം ഉസ്താദെ, ഞാൻ ഒരു ദിവസം ലിറ്റർ കണക്കിന് മദ്യം കുടിക്കുന്ന ഒരാളായിരുന്നു, കള്ളുകുടിയനായിരുന്നു ഉസ്താദെ. പക്ഷേ ഞാൻ ഇന്ന് കള്ളുകുടിയനല്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറാൻ? അദ്ദേഹം പറഞ്ഞത്, തൻ്റെ ഭാര്യ പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചെഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരഞ്ഞ് രണ്ട് കരങ്ങൾ ഉയർത്തി പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ കള്ളിലടിമപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിനൊരു മോചനം നീ നൽകണേ അല്ലാ. ഇത് കേട്ട് ഭർത്താവ് രാത്രി ഉണരുമ്പോൾ കണ്ട കാഴ്ച ആ ഭർത്താവിനെ കള്ളുകുടിയിൽ നിന്നും മാറ്റാൻ സഹായിച്ചെങ്കിൽ ഇതുപോലെ വേദനിച്ച് ദുആ ചെയ്യുന്ന എത്ര ഉമ്മപെങ്ങളുമാർ നമ്മുടെ ഈ ശ്രോതാക്കളിലുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം. ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഊതണം. ശേഷം ഫാത്തിഹയാണ് ഓതേണ്ടത്. 7 തവണ ഫാത്തിഹ ഓതണം. എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഊതണം. ശേഷം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് എന്നതും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ഈ 2 സൂറത്തും 3 തവണ വെച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഊതണം. ശേഷം അവസാനം 17 ആയത്തുൽ കുർസി ഓതി ഈ വെള്ളത്തിൽ ഊതി നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കൂ. ഇത്തരം നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. വീണ്ടും കാണാം.